നമസ്കാരം, ഞാൻ ജീവൻകുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം. ഇന്നത്തെ ചർച്ചാ വിഷയം ഐലൈനർ കൊണ്ട് മീശയും പുരുകും വരച്ച് നടക്കുന്ന ഒരു ഹിജഡ. ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഞാൻ ഫോട്ടോ സൈഡിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇവനെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റാതിരിക്കുന്നത് സത്യം പറഞ്ഞാൽ മീഡിയാസ് ആണ്. ഒരാളെ എത്ര തന്നെ ട്രോളും, ഒരു പരിധി വേണ്ടേ ട്രോളുന്ന സമയത്ത്. മറ്റേ തമിഴ് സിനിമയിൽ പറയുന്ന പോലെ എവ്വളോ അടിച്ചാലും താങ്കറായ എന്നുള്ള ആ ഒരു പദത്തിന് എക്സാക്റ്റ് മാച്ച് ആവുന്ന ഒരു സാധനമാണ് ഈ സാധനം. എനിക്ക് തോന്നുന്നു ഈ സാധനം ഉണ്ടാക്കിയതോടെ ദൈവം ആ പ്രൊഡക്ഷൻ ലൈന് തന്നെ നിർത്തി കാണും. കാരണം ഇതൊരെണ്ണം മതിയല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കും. ഈ രാഹുൽ ഈശ്വർ എന്നുള്ള ഈ ഐലൈനർ കൊണ്ട് പുരുവും മീശയും വരച്ച് നടക്കുന്ന ഇവനെപ്പോലുള്ള ഹിജടകളാണ് സത്യം പറഞ്ഞാൽ ബ്രാഹ്മണന്മാർ ഇത്രയും പ്രാക്ക് കേൾക്കാനുള്ള അവസ്ഥ. പിന്നെ ഇവനാണ് ഈ മറ്റേ ശബരിമല തന്ത്രി കുടുംബത്തിലെ ഒരു അംഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെറുതെ അല്ല ആ തന്ത്രി അകത്ത് പോയത്. ഇങ്ങനെയുള്ള ഒരുത്തൻ ജനിച്ച കുടുംബത്തിൽ പിന്നെ വേറെ വല്ല ഇത് വന്ന് കയറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അല്ലേ? സോ ഈ ചപ്പൻ ഇപ്പോൾ ഈ നമ്മളെ കൃഷ്ണനെ അവമാനിച്ച ഈ മന്തി റെസ്റ്റോറൻറ്റ് കേസിൽ ചാനൽ മുഴുവനും പോയിരുന്ന് ആ റെസ്റ്റോറൻറ്റുകാരന് വേണ്ടി മെഴുകുന്ന ഒരു വിഷയം നമുക്ക് കാണാൻ കഴിയും. എല്ലാ കാര്യത്തിലും എവിടെയൊക്കെ തന്തയില്ലായ്മ കാണിക്കുന്നുണ്ട് അവന്മാരുടെ കൂടെയൊക്കെ പോയി നിന്ന് മെഴുകലാണ് ഈ പരമനാരയ്ക്ക് ജോലി. അതിന് കാരണം ഇവൻ ഈ സോ കോൾഡ് മതേതര കമ്മ്യൂണിറ്റി ചേർന്ന ആളാണ്. ആൻഡ് സോ കോൾഡ് മതേതര കോൺഗ്രസ് പാർട്ടി ചേർന്ന ആളാണ്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. തുലുക്കന്മാരുടെ കാലിൽ നക്കിയില്ലെങ്കിൽ പിന്നെ വേറെ വഴിയില്ല. ഇപ്പോൾ ഈ റീസണിൽ നടന്ന ഇലക്ഷനിൽ ഇവന് സീറ്റ് കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. അതിനുവേണ്ടി എന്തോ ഒരു ടോക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിലും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് പറയേണ്ട ആവശ്യമില്ല, ഇവൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടം എന്താ പറയുക, ഗർഭം കലക്കാൻ നടന്നതിൽ മെഴുകാൻ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ മെഴുകാൻ നടന്നിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കലി ഞങ്ങൾക്കൊരു സൈഡ് ലൈൻ ഉണ്ട്, ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊന്നും പറയാനില്ല. ആ പൊളിറ്റിക്കൽ ഐഡിയോളജി നിങ്ങൾക്ക് എന്താണോ അതനുസരിച്ച് ഞങ്ങളത് സംസാരിക്കുകയുള്ളൂ. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും, അംഗീകരിക്കാൻ കഴിയും. പക്ഷേ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ വരുന്ന സമയത്ത്, ഈ മെഴുകാൻ വരുന്ന സമയത്താണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്, നമുക്ക് റിയാക്ട് ചെയ്യേണ്ടി വേണ്ടത്. ഇവനൊരു എന്താ പറയുക, ആണും പെണ്ണും കെട്ട സ്വഭാവമുള്ള ആ മെഴുകലാണ് മെഴുകുന്നതിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിലും ഈ കാര്യത്തിൽ ഇവൻ ഈ തെണ്ടിത്തരം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ബീങ് ഹിന്ദു, അയ്യപ്പൻ്റെ കാര്യത്തിലൊക്കെ പോരാട്ടങ്ങളിലെല്ലാം ഇറങ്ങിയിരുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഓപ്പണായിട്ട് അതിനെ എന്താ പറയുക, ഈ ചെയ്ത തെണ്ടിത്തരത്തിനെതിരെ സൗണ്ട് ഉയർത്തേണ്ടതിന് പകരം അവർക്ക് വേണ്ടി മെഴുകാൻ വന്നത്, അതിൽ തന്നെ ഇവൻ്റെ തന്തയില്ലായ്മ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവർ മാപ്പ് ചോദിച്ചല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇത് വലിയ പ്രശ്നമാക്കേണ്ടത്? ഇതെല്ലാം നമുക്ക് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മതേതര ഹിന്ദുക്കൾ, നമ്മളതെല്ലാം എന്താ പറയുക, ഇതിന് ഉപരിയായിട്ട് നമ്മൾ സംസാരിക്കണം. അങ്ങനെയുള്ള രീതിക്കാണ് ഇവൻ മെഴുകാൻ വരുന്നത്. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എന്ത് മുടിക്ക് ഹിന്ദുക്കൾ, മുടി എന്ന് പറയുമ്പോൾ ഈ സാധനം, എന്ത് മുടിക്കാണ് ഹിന്ദുക്കൾ അത് ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ കെട്ടിയവളിനെ ഒരുത്തൻ തുണിയൂരി നിർത്തി ഒരു ഫോട്ടോ എടുത്ത് റിലീസ് ചെയ്തതിന് ശേഷം, അയ്യോ ഞാൻ അറിയാതെ ചെയ്തു പോയി, എനിക്ക് ഫോട്ടോ കിട്ടിയപ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞതാണ്, പക്ഷെ എനിക്കറിയാതെ എനിക്ക് അയച്ചു തന്ന ആളത് ഞാനത് ചെയ്തു എന്ന് പറഞ്ഞാൽ നീ അവനെ വെറുതെ വിടുമോ? നിന്റെ ഭാര്യ തന്നെയല്ലേ, അപ്പം നീ അത് ചെയ്യാതിരിക്കൂ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഒരാളെക്കുറിച്ച് മറ്റൊരാൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആൾക്കാർക്ക് ദേഷ്യം വരിക തന്നെ ചെയ്യും. അവർ അത് പ്രതികരിക്കുക തന്നെ ചെയ്യും. പ്രതികരിക്കുക എങ്ങനെയാണ് എന്നുള്ളത് പല ഘട്ടങ്ങളിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആ സാഹചര്യത്തിൽ മനുഷ്യൻ്റെ ഇതുപോലെയായിരിക്കും. ഒരു ആളുടെ പേര് പറഞ്ഞതിന്, ഒരാളുടെ പടം വരച്ചതിന് തലവെട്ടിക്കൊള്ളുന്നത് ശരിയാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് നാവ് ഉയരുന്നുണ്ട്. പക്ഷേ എതിർത്ത് സംസാരിക്കുന്ന ഞങ്ങളൊക്കെ വർഗീയവാദികളും, വെറും സംസാരം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ വർഗീയവാദികളും, നിയമപരമായി അവരുടെ പേരിൽ കേസ് എടുക്കണം, കോടതിയിൽ വിചാരണ ചെയ്യണം, കോടതി അവരെ തൂക്കിക്കൊല്ലുകയാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളത് ചെയ്യില്ല, ഞങ്ങൾ നിയന്ത്രണം പാലിച്ചുകൊണ്ട് നിയമപരമായി നടക്കുകയുള്ളൂ എന്ന് ചോദ്യം ചോദിക്കുന്നവർ വർഗീയവാദികളാണ്. നമ്മൾ വർഗീയവാദികളാകാൻ പാടില്ല, നമ്മളൊന്നിനും പോകാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് തന്തയില്ലായ്മയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് കൂടി ഈ ചപ്പൻ പറയണം എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഈ വീഡിയോ ആ ചപ്പൻ കാണുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും മതസ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ മുസ്ലിംസിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ആരും കൈകടത്തുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന് ചോദ്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് ചോദ്യം ചെയ്യുന്നതിൽ 3/4 ആൾക്കാരും അതിൽ നിന്ന് പുറത്തു വന്നവരാണ്. പിന്നെ ബാക്കിയുള്ള 20-25% അത് ചോദ്യം ചെയ്യാൻ കാരണം അവർ ആവശ്യമില്ലാതെ ബാക്കിയുള്ള മതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ചെയ്യുന്നതാണ്. അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരുടെ മതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ മതത്തിലുള്ളവരും
അത് തിരിച്ച് സംസാരിക്കുകയും അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെയാണ് വർഗീയ കലാപങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഒരു വിഭാഗത്തിന് മാത്രം കലാപം ചെയ്യാനുള്ള അധികാരമുണ്ടെന്നും അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രം എന്ത് തെണ്ടിത്തരവും അതിന് ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് പറയുകയും മറ്റൊരു വിഭാഗത്തിന് ചോദിക്കാൻ പോലും അധികാരമില്ല എന്ന് പറയുന്നത് അത് ഫാസിസമല്ല കേട്ടോ, അത് ഫാസിസമല്ല. പക്ഷേ ഈ കലാപം ചെയ്യുന്ന അല്ലെങ്കിൽ തെണ്ടിത്തരം ചെയ്യുന്നവനെ എതിർത്ത് സംസാരിക്കുന്നതാണ് ഫാസിസം എന്ന് പറയുന്നത് തന്തയില്ലായ്മ തന്നെയാണ്. അതിപ്പോൾ എന്താ പറയുക, ഐലൈനർ കൊണ്ട് മീശ വരയ്ക്കണമെന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്, അതിലൊന്നും മാറ്റമൊന്നുമില്ല. സോ ഈ രാഹുൽ ഈശ്വർ സ്വയം ബ്രാഹ്മണനാണെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞ് കേട്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ തന്ത്രി കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ഈ എന്താ പറയുക, ഒരു ഒളിച്ചു കടത്തുക എന്നൊക്കെ പറയില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊരു ബ്രാഹ്മണനാണ് എന്നുള്ള രീതിക്ക് പറയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഞാൻ അത്തരത്തിലുള്ള ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വന്നവനാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് പറയുക. ഇതൊക്കെ നിങ്ങൾക്ക് ഹിന്ദുത്വത്തിൻ്റെ മേൽ എന്തും പറയാനുള്ള അധികാരമായിട്ട് കണക്കാക്കരുത്. ഹിന്ദുത്വം ഒന്നും നിൻ്റെ അപ്പൻ്റെ വകയോ നിൻ്റെ മുത്തച്ഛൻ്റെ വകയോ ഒന്നുമല്ല. എല്ലാ ഹിന്ദുക്കളും, അത് ബ്രാഹ്മണനാകട്ടെ ക്ഷത്രിയനാകട്ടെ ശൂദ്രനാകട്ടെ, എല്ലാവരും ചേർന്ന് പ്രാക്ടീസ് ചെയ്ത് മൊത്തമായിട്ട് കളക്റ്റീവായിട്ട് കൊണ്ടുവന്നാണ് സനാതനധർമ്മമാകട്ടെ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മമാകട്ടെ. സോ ഇതിൽ ഇപ്പോൾ ശൂദ്രന് വേദനിച്ചാലും ബ്രാഹ്മണന് വേദനിച്ചാലും ക്ഷത്രിയന് വേദനിച്ചാലും വൈശ്യന് വേദനിച്ചാലും അത് ഹിന്ദുത്വന്മേൽ ഉണ്ടാവുന്ന ഒരു കാര്യത്തിൽ ആ വേദന ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യണം. ഇപ്പോൾ ഇത് കൃഷ്ണന് മാത്രമല്ല, ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ശൂദ്ര ക്ലാനിൻ്റെ അവരുടെ ഏതെങ്കിലും കുലദൈവത്തിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് പറയുകയാണെങ്കിൽ, തെണ്ടിത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇതേ തന്നെയായിരിക്കും അപ്ലൈ ചെയ്യുക. ഞങ്ങൾക്കത് പറയാനുള്ള അവകാശമില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തു, നിങ്ങളുടെ മതത്തിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളത് ചെയ്യുമോ ചെയ്യില്ലേ? നിങ്ങളുടെ മതത്തിലുള്ള ഒരാളെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളങ്ങനെ കൈ വെട്ടുകയും കാല് വെട്ടുകയും തല വെട്ടുകയും സർദൻ സെജുദ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയും ചെയ്തിരുന്ന നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ മതത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് അത് വേറെ ആരും ആയിക്കൊണ്ട് പോട്ടെ, ശ്രീകൃഷ്ണൻ അവരുടെ ദൈവമാണ് എന്ന് അറിഞ്ഞിട്ടും നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ അത് തന്തയില്ലായ്മയാണ്. അത് ചെയ്തിരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ഉപരി അതിൻ്റെ ഓണർ വന്ന് മാപ്പ് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ഇനി എന്താ പറയുക ഫൈറ്റിനൊക്കെ പോകണം, വെറുതെ വിട്ടൂടെ എന്നാണ് ഈ പരനാറി ചോദിക്കുന്നത്. എന്തിനും പറയണം? നിൻ്റെ അമ്മയെ ഇതുപോലെ എവനെങ്കിലും ഒരുത്തൻ തെണ്ടിത്തരം പറയുമോ? നിൻ്റെ കെട്ടിയുള്ള ഏതെങ്കിലും തുണിയില്ലാതെ ഫോട്ടോ എവനെങ്കിലും അടിച്ചിറക്കുകയോ ചെയ്തിട്ട് അയ്യോ ഞാൻ അറിയാതെ ചെയ്തു പോയി എനിക്ക് മാപ്പ് തരണം എന്ന് പറയുകയാണെങ്കിൽ നീ മിണ്ടാതിരിക്കുകയോ? അപ്പോൾ നിൻ്റെ വീട്ടുകാരൊക്കെ എല്ലാവരും മാന്യന്മാരായിരിക്കണം, ബാക്കിയുള്ളവരൊക്കെ മാനം കെട്ടവരായിരിക്കണം എന്നുള്ള രീതിക്കുള്ള ഒരു ചിന്ത നിന്നെപ്പോലെ ഹിജടയ്ക്കുണ്ടെങ്കിൽ മാനവും നാണത്തോടെ കുടുംബത്തിൽ ജീവിക്കുന്ന ബാക്കിയുള്ള ഹിന്ദുക്കൾക്ക് അത് എത്ര ഉണ്ടാവണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവനൊന്നും ഇത് പറയാനുള്ള ഒരു അർഹതയില്ല എന്നിട്ടും എല്ലാ ചാനലിലും കയറി നിരങ്ങുന്നതാണ്. അവൻ്റെ പൊളിറ്റിക്കൽ ആവശ്യം നമുക്ക് മനസ്സിലാക്കും. പക്ഷേ പൊളിറ്റിക്കൽ ആവശ്യം പൊളിറ്റിക്കലോടെ നിർത്തുന്നതാണ് അവന് നല്ലത്. അത് ഹിന്ദുക്കളിൽ വന്ന് എന്താ പറയുക അത് മെഴുകി തേക്കാനുള്ള അധികാരമൊന്നും ഇവനെ പോലെയുള്ള ആണും പെണ്ണും കേട്ട പൊളിറ്റിക്കലി ഹിജഡയായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക സിവിലൈസേഷണലി ഹിജഡയായിട്ടുള്ള അല്ലെങ്കിൽ ഐഡിയോളജിക്കലി ഹിജഡയായിട്ടുള്ള ഇവനെ പോലെയുള്ളവർക്കൊന്നും അത് പറയാനുള്ള യാതൊരു അധികാരവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവൻ്റെ അമ്മയും പെങ്ങളും ഇതുപോലെ ഫോട്ടോ എടുത്ത് ഇറക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവ മാപ്പ് തരുമോ എന്നുള്ള ചോദ്യം എല്ലാവരും ഇവനെ നോക്കി ചോദിക്കണം, ഇവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണം. ഇവൻ്റെ ഫോട്ടോ തന്നെ മോർഫിങ് എന്തെങ്കിലും ചെയ്താൽ ഇവൻ ഇതുപോലെ സംസാരിക്കാതിരിക്കുമോ? അവിടെ പോയി എന്താ പറയുക എന്നെ അവമാനിച്ചു എന്നുള്ള രീതിക്ക് അവൻ കേസ് കൊടുക്കാൻ നിൽക്കില്ലേ? അതേ കാര്യം ഹിന്ദുക്കൾ ചെയ്യുന്ന സമയത്ത്, ഹിന്ദുക്കളുടെ എന്താ പറയുക ദൈവത്തിന്മേൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഹിന്ദുക്കൾ ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ഇവരുടെ അജണ്ട നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കോളൂ. അതായത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് സാത്വികരാണ്, അവർ ഒന്നും ചെയ്യാത്തവരാണ്, നോക്കൂ അവർ ശാന്തമായിരിക്കുന്നവരാണ് എന്ന് ഗാന്ധിയും അവൻ്റെ മുത്തനെയൊക്കെ കാണിച്ചുകൊണ്ടാണ്. ഹിന്ദുക്കൾ അങ്ങനെയല്ല. ഹിന്ദുക്കൾ നന്നായി മനസ്സിലാക്കൂ. ഹിന്ദുക്കൾ അവരുടെ സ്വന്തം എന്താ പറയുക പുരാണങ്ങളും അല്ലെങ്കിൽ ഇതിഹാസങ്ങളും മര്യാദയ്ക്ക് വായിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ഹിന്ദുക്കൾ ഒരിക്കലും സാത്വികരല്ല. ഹിന്ദുക്കൾ സാത്വികരെന്ന് പറയുന്നത് ഇങ്ങോട്ട് വരാത്തവരിക്കും ഒന്നും ചെയ്യില്ല, വന്നു കഴിഞ്ഞാൽ നീ തിരിച്ചു പോകുകയും ഇല്ല എന്നുള്ളത് ഹിന്ദുക്കൾ അങ്ങനെയാണ്. നമുക്ക് ഹിന്ദുക്കൾ എന്ന് പേർഷ്യക്കാർ പേരിട്ടതിന് കാരണം തന്നെ അതാണ്. പേർഷ്യൻ വേർഡിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ ധീരനായ പോരാളികൾ എന്നാണ് അർത്ഥം. ഹിന്ദുക്കുഷ് മലകൾ എന്ന് കേട്ടിട്ടില്ലേ? അതിനെന്താണ് അങ്ങനെ പേര് വരാൻ കാരണം? പേർഷ്യക്കാരാണ് ആ പേര് വെച്ചത്. ഹിന്ദുക്കൾ ഇവിടേക്ക് ചേക്കേറി വരാതിരിക്കാൻ തടയണയായി നിൽക്കുന്നത് ആ ഒരു മലനിരകളാണ്. അതുകൊണ്ടാണ് അതിന് ഹിന്ദുക്കുഷ് എന്ന് പേര് വന്നത്. കുഷ് എന്ന് പറഞ്ഞാൽ കടിവാളം, ഹിന്ദുക്കൾക്കുള്ള കടിവാളം. ഹിന്ദുക്കൾക്ക് ആ മല കയറി അപ്പുറത്തേക്ക് പോകാൻ അന്ന് കാലത്ത് അനുവാദം ഉണ്ടായിരുന്നില്ല. അതായത് അവർക്ക്
പുരാണപരമായിട്ടും അല്ലെങ്കിൽ അവരുടെ ധർമ്മപരമായിട്ടും ഹിന്ദുക്കുഷ് മലകളെ കടന്നുപോയി യുദ്ധം ചെയ്യാൻ അവർക്ക് എന്താ പറയുക എഴുതപ്പെടാത്ത നിയന്ത്രണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ ഹിന്ദുക്കുഷ് എന്ന് പറഞ്ഞത്. ഹിന്ദുക്കളെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് കടിവാളമായി നിൽക്കുന്ന മലനിരകളായതുകൊണ്ടാണ് അതിനെ ഹിന്ദുക്കുഷ് എന്ന് വിളിച്ചത്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ എവിടെയും വന്ന് നമ്മളെയും കയറി ഭരിച്ചിട്ടുണ്ടാവും എന്ന് അറിയാവുന്നത് കൊണ്ട് പേർഷ്യക്കാരിട്ട പേരാണ് ഹിന്ദുക്കുഷ് മലകൾ. അതായത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധീരനായ യോദ്ധാക്കൾ എന്നാണ് പേർഷ്യൻ വേർഡിൽ അർത്ഥം. അങ്ങനെ ഇരിക്കുന്ന ഹിന്ദുക്കൾ സാത്വികരാണ്. നമ്മൾ ഒന്നും മിണ്ടില്ല. എന്ത് തെണ്ടിത്തരം ചെയ്താലും തന്തയില്ലായ്മ പറഞ്ഞാലും നിന്റെ അപ്പനെ പറഞ്ഞാലും അമ്മയെ പറഞ്ഞാലും ദൈവത്തെ പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കും. അവർ സാത്വികരാണ് എന്ന് നമ്മളുടെ മൈൻഡിൽ തന്നെ ഇങ്ങനെ ഒരു ഇത് പ്രൊപ്പഗൻഡ എന്ന് പറയാൻ പറ്റില്ല. ഇത് സൈക്കോളജിക്കലി ഒരു ട്രിക്കാണ്. എതിർക്കാൻ വരുന്നവനെ നിന്നെപ്പോലൊരു നല്ലവനെ ഞാൻ ചെയ്തൊക്കെ തെറ്റായിപ്പോയി മാപ്പ് തരൂ. അതായത് എല്ലാ തെണ്ടിത്തരവും ചെയ്തതിന് ശേഷം നിന്നെപ്പോലൊരു മഹാനായ ഒരുത്തിന് ഞാനിത് ചെയ്തല്ലോ, ഞാൻ ഖേദിക്കുന്നു, ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കുണ്ടായ ഡാമേജ് ഉണ്ടായി. പക്ഷെ നിന്നെ സൈക്കോളജിക്കലി അവിടെ നിന്നെ നല്ലവരാണെന്ന് പറഞ്ഞ് പുകഴ്ത്തി അവിടെ അങ്ങനെ ഒതുക്കിയിരുത്തുക. ഇതേ തെണ്ടിത്തരം തന്നെയാണ് ഇവർ പെഹൽഗാമിലും ചെയ്തത്. ഹിന്ദുക്കളാണെങ്കിൽ ഒരു ഇങ്ങനെ എതിർക്കാൻ പാടില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പച്ചയ്ക്ക് നിന്റെ മതം ഏതാണ് ചോദിച്ച് തുണിയൂരി അഴിച്ചു നോക്കിയിട്ടാണ് നീ ഹിന്ദുവാണെന്ന് നോക്കി കൊന്നിരിക്കുന്നത്. അന്ന് ഹിന്ദുക്കൾ തുനിഞ്ഞിറങ്ങും എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഇവിടെയുള്ള തുലുക്കന്മാരൊക്കെ എന്താ പറയുക ആ തീവ്രവാദികൾക്കെതിരെ പ്രൊട്ടസ്റ്റ് ഇറങ്ങിയത്. അതിന് മുന്നേ കാശ്മീരിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടാതെ ഇരുന്നിട്ടൊന്നുമില്ല. അതിന് മുന്നും കാശ്മീരിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു തുലുക്കനും ഇവിടെ ഇറങ്ങിയപ്പോൾ എന്താ പറയുക സൗണ്ട് കിട്ടതായി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പെഹൽഗാമിൽ അവർ ചെയ്ത് എന്തുകൊണ്ടാണ്? പെഹൽഗാമിൽ കാശ്മീരിൽ തന്നെ അവർ ചെയ്ത് എന്തുകൊണ്ടാണ്? കാരണം അവിടെ മതം ചോദിച്ചു. അതുവരെയെങ്കിലും എന്താ പറയുക തീവ്രവാദത്തിന് മതമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ആ സമയത്ത് അവിടെ മതമാണ് പ്രശ്നം എന്നുള്ളത് അവർ ചോദിച്ച് ചെയ്തതോടെ മുസ്ലിംസ് തന്നെയാണ് ഇതിന് കാരണം എന്നുള്ളത് വരും എന്നുള്ളത് അറിഞ്ഞ് ഹിന്ദുക്കൾ ഇറങ്ങും എന്നുള്ള ഭയം കൊണ്ടാണ് അവരെന്ന് ഞങ്ങളെ തളയ്ക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളെല്ലാം സാത്വികരാണ്, ഹിന്ദുക്കളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ള രീതിക്ക് അവന്മാർ എന്താ പറയുക കയ്യും കെട്ടി ഇറങ്ങിയത്. മനസ്സിലായില്ലേ? ഇവന്മാർക്കെല്ലാം നന്നായിട്ട് അറിയാം ഹിന്ദുക്കൾ ഇറങ്ങുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഹിന്ദുക്കളെല്ലാം സാത്വികരാണ്, അതാ ഗാന്ധിയുടെ മക്കളാണ്. ഗാന്ധി മാത്രമല്ല ഇവിടെ എന്താ പറയുക ഹിന്ദുക്കൾക്ക് വേണ്ടി പോരാടിയത്. സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ഉണ്ട്. എന്തുകൊണ്ട് പർപ്പസീവായിട്ട് സുഭാഷ് ചന്ദ്രബോസിനെയും ഭഗത് സിംഗിനെയും വല്ലഭായ് പട്ടേലിനെയും ഗോഖലെയും എല്ലാവരെയും എന്തുകൊണ്ടാണ് വൈറ്റ് വാഷ് ചെയ്യുന്നത്? കാരണം അവരുടെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഉണരും. ഹിന്ദുക്കൾ ചൂടായി കഴിഞ്ഞ് വെച്ചാൽ ഇവനൊന്നും ഇവിടെ നിക്കക്കളി ഉണ്ടാവില്ല എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അത് ബ്രിട്ടീഷുകാർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഗാന്ധിയെ പോലെയുള്ള ഒരാളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന്. അതായത് ജനങ്ങളെല്ലാം ഭഗത് സിംഗിന്റെ പിന്നാലെയും സുഭാഷ് ചന്ദ്രബോസിന്റെ പിന്നാലെയും ഗോഖലയുടെ പിന്നാലെയൊക്കെ തീവ്രവാദ ഇതുമായി പോകുന്നു. ഹിന്ദുക്കൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ തോറ്റു പോകും, ഇവിടെ നിന്ന് രാജ്യം വിട്ട് പോകേണ്ടി വരും എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഗാന്ധിയെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. അതേ സൈക്കോളജി തന്നെയാണ് അവർ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഹിന്ദുക്കളെ സാത്വികരാണെന്ന് പറഞ്ഞ് അമർത്തിയിരുത്തുക. ഹിന്ദുക്കളെ എന്താ പറയുക പ്രതികരിക്കാൻ ശേഷിയില്ലാതെ ആക്കുന്നതും ഈ അജണ്ട തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സൈക്കോളജിക്കൽ ഫാക്ട് തന്നെയാണ്. ഹിന്ദുക്കൾ എന്തെങ്കിലും വീറ് കൊണ്ട് എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ഹിന്ദുക്കളെല്ലാം ഗാന്ധിയുടെ മക്കളാണ്, അവരെല്ലാം സാത്വികരാണ് എന്നുള്ള രീതിക്ക് പറഞ്ഞ് താഴ്ത്തുക. ഈ പരനാറിയും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറയുന്ന ഹിന്ദുക്കൾ എന്താ പറയുക അക്രമാസക്തരായി അടിക്കും പോകണമെന്നുള്ളതല്ല. ശബ്ദമുയർത്തുന്നത് അവന് ഭയമുണ്ടാക്കുന്ന രീതിക്ക് ശബ്ദമുയർത്തണം എന്നാണ് ഞാൻ പറയുന്നത്. അത് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, മീഡിയസിലായിക്കോട്ടെ, ഏതിലായിക്കോട്ടെ. നമ്മൾ ഒരാൾ തനിച്ച് നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നതിനും 100 ആൾ ചേർന്ന് സൗണ്ട് ഉണ്ടാക്കുന്നതിനും 100 പേർ ചേർന്ന് 1000 പേരുടെ സൗണ്ട് ഉണ്ടാക്കുന്നതിനും വ്യത്യാസമുണ്ട്. ഹിന്ദുക്കൾ സാത്വികരല്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് 1000 മടങ്ങ് തിരിച്ചു കൊടുക്കുന്നവരാണ് ഹിന്ദുക്കൾ. അത് ലോകത്തുണ്ടായിരുന്ന എല്ലാ സിവിലൈസേഷനും 1000 വർഷങ്ങളായിട്ട് അറിയാവുന്ന കാര്യമാണ്. ബ്രിട്ടീഷുകാർക്ക് അത് നന്നായിട്ട് മനസ്സിലായത് കൊണ്ടാണ് ഇങ്ങനെയൊരു സൈക്കോളജിക്കൽ ഫാക്ടർ അവർ നമുക്കെതിരെ ഉപയോഗിച്ചത്. ഇപ്പോൾ ഈ സ്യൂഡോ ലിബറൽസും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹിന്ദുക്കൾ എവിടെയെല്ലാം ഉണരുന്നു അവിടെയെല്ലാം RSSന്റെയും പേര് പറഞ്ഞ് നിങ്ങളെ നോക്കൂ, നിങ്ങൾ ഗാന്ധിയവാദികളായിരുന്ന ജനങ്ങളെയെല്ലാം RSS അക്രമാസക്തരായി മാറ്റുന്നു എന്നുള്ള രീതിക്ക് അത് RSSന്റെയും ആരെയും തലയിലിട്ടുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഇൻഫീരിയർ കോംപ്ലക്സ് ഉണ്ടാക്കുക എന്നുള്ള രീതിക്കാണ് അവരുടെ ഒരു പ്രസന്റേഷൻ. അതായത് നിങ്ങൾ സാത്വികരാണ്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും പോകാത്ത ജനങ്ങളെ RSS ആണ് ഇതിൽ എന്താ പറയുക നിങ്ങളെ തൂണ്ടിവിട്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള രീതിക്ക് നിങ്ങളെ എന്താ പറയുക ആണും പെണ്ണും കെട്ടാന്മാരെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്യൂഡോ സെക്യൂർ ആയിട്ടുള്ള ഒരു സൈക്കിക് ട്രിക്കാണ് ഈ നിങ്ങളെ സാത്വികരാണെന്ന് പറഞ്ഞുണ്ടാക്കുക. ഹിന്ദുക്കൾ അങ്ങനെയല്ല. ഹിന്ദുക്കൾ ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നവരാണ് എന്നുള്ള കാര്യം ഇവനെ പോലെയുള്ള ഹിജടകൾക്ക് മനസ്സിലാവണം. അത് മനസ്സിലാക്കി കൊടുക്കുന്നത് നിങ്ങളുടെ ജോലിയാണ്. സോ ഈ രാഹുൽ ഈശ്വറിനെ പോലെ മെഴുകുന്ന എല്ലാവരും ഇപ്പം മെഴുകുന്നത് അവർ മാപ്പ് പറഞ്ഞവരെ എന്തെങ്കിലും ചെയ്യുന്നത് ഹിന്ദുക്കൾക്ക് ചേർന്ന പണിയല്ലല്ലോ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. മാപ്പ് പറഞ്ഞല്ലോ എന്ന് തിരിച്ച് അതാണ് പറയുന്നത്. അല്ലാണ്ട് ഇവൻ പറഞ്ഞ തെണ്ടിത്തരം അല്ലെങ്കിൽ ഇവർ ചെയ്ത തെണ്ടിത്തരത്തിനെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല.
ഇവർ ചെയ്ത് തെണ്ടിത്തരം തെറ്റാണെന്ന് പോലും പറയുന്നില്ല. അവർ ജിഹാദി മൈൻഡ് സെറ്റാണ് എന്ന് പോലും പറയുന്നില്ല. അവരറിയാതെ ചെയ്താണ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്താണെങ്കിലും മാപ്പ് അപേക്ഷിച്ചില്ല എന്നാണ് ചോദിക്കുന്നത്. അത് ഇവൻ എന്ത് തന്തയില്ലായ്മ ചെയ്താലും അവൻ മാപ്പ് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ഹിന്ദുക്കളെല്ലാം വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ സമാധാനമായി പോകണം എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പം നിങ്ങൾ വളർന്നു വരുന്ന ഒരു യങ്സ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഈ ചോദ്യം ചോദിക്കൂ. എല്ലാ തെണ്ടിത്തരവും ചെയ്തിട്ട് ഒരാൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാമേജ് പോകുമോ? അങ്ങനെ വെറുതെ ഇരിക്കുന്നത് ആണും പെണ്ണും കെട്ട സ്വഭാവമാണോ അല്ല അതൊരു എന്താ പറയുക സാത്വികമാണോ? നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ കഴിഞ്ഞിരുന്നിട്ടും നിങ്ങൾക്ക് അവർ മൂലമുണ്ടായിരുന്ന ഡാമേജ് റീപ്ലേസബിൾ ഡാമേജ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ടുകൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു തെറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സഹിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് സഹിക്കലല്ല അല്ലെങ്കിൽ സാത്വികമല്ല, അത് ആണും പെണ്ണും കെട്ട സ്വഭാവമാണ്. ഇവനെപ്പോലെയുള്ള ഐലൈനർ കൊണ്ട് മീശയും പിരുകവും വരച്ച് നടക്കുന്ന ആണും പെണ്ണും കെട്ടവനായി നിങ്ങൾ ഇരിക്കണോ? അല്ല, ഇതിനുവേണ്ടി ശബ്ദം ഉയർത്തുന്ന നട്ടലുള്ള ഒരു ആണായിട്ട് നിങ്ങൾ ഇരിക്കണോ എന്നുള്ളത് വളർന്നു വരുന്ന തലമുറ തന്നെയാണ് ചിന്തിക്കേണ്ടത്. ജെൻസി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിൽ എനിക്ക് വിശ്വാസമില്ല. ജെൻസി എന്ന് പറഞ്ഞാൽ 1-ാം നമ്പർ ഓളകളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. എവിടെ പ്രതികരിക്കണോ അവിടെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് നട്ടിലില്ല. അത് ഹിന്ദുക്കളിലായാലും ശരി, BJP RSSനെ സപ്പോർട്ട് ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് ആയാലും ശരി, അവർക്കും ചേർത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ പ്രതികരിക്കുന്നില്ല, ഞങ്ങളുടെ സൗണ്ട് പോരാ, ഞങ്ങളുടെ ശബ്ദം ചേരിൻ്റെ അടുത്ത് ചേരാത്തടത്തോളം കാലം ഞങ്ങൾ ശബ്ദിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ പറയുന്ന കാര്യം അത് ആർക്ക് കേൾക്കണോ അവർക്ക് കേൾക്കുന്ന രീതിക്ക് നിങ്ങളുടെ ശബ്ദം ഉയർന്നാൽ മാത്രമേ നിങ്ങൾ സംസാരിക്കുന്നുള്ളൂ, ശബ്ദിക്കുന്നുള്ളൂ എന്ന് അർത്ഥമാകുകയുള്ളൂ. അതുകൊണ്ട് വളർന്നു വരുന്ന ഹിന്ദുക്കൾ ശബ്ദം ഒരുപാട് ഉയരത്തിൽ ഉയർത്തുക. നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഈ ജിഹാദികൾക്ക് മുട്ട് വരയ്ക്കണം. എന്നാലേ ഇവർക്കെല്ലാം എന്താ പറയുക, നമ്മൾ ഹിന്ദുക്കൾ ആരാണെന്നുള്ള കാര്യം അറിയുള്ളൂ. എനിക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഇവനെ പോലെയുള്ള ചപ്പന്മാർ ഇനിയെങ്കിലും ഈ ഊളത്തരം നിർത്തുന്നതാണ് ഇവന്മാർക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഞാൻ ജീവൻകുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് എലിയൻ ബ്രെയിൻ മലയാളം.